CentOS 8 ഇൻസ്റ്റാൾ ചെയ്യുന്നത് VMware എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു VMware Workstation ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പം എൻ്റെ കയ്യിൽ VMware Workstation ഉണ്ട്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ എന്ന് പറയുന്നത് വേർഷൻ 15 ആണ്. നമുക്ക് എൻ്റെ ഹെൽപ്പിൽ പോയി അബൌട്ട് VMware Workstation നോക്കുക. ഇവിടെ നമ്മുടെ വേർഷൻ 15 ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് 14, 12 വേർഷൻസ് ഉണ്ടായാലും മതി. നമുക്ക് അവിടെ നമ്മുടെ CentOS 8 ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഹെൽപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനുള്ളത് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഒരു VM ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ VMware വർക്ക്സ്റ്റേഷനിൽ നമ്മുടെ സെൻറ്ററിൽ തന്നെ ക്രിയേറ്റ് ന്യൂ വെർച്വൽ മെഷീൻ എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളുടെ ഫയലിൽ പോകുക, അവിടെ ന്യൂ വെർച്വൽ മെഷീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. അപ്പം എന്തായാലും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാൻ ക്രിയേറ്റ് ന്യൂ വെർച്വൽ മെഷീൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ട്. അതായത് ഒരു പുതിയ VM ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ടിപ്പിക്കൽ അല്ലെങ്കിൽ കസ്റ്റം. ടിപ്പിക്കൽ ആണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സേ ഉള്ളൂ ആൻഡ് ഒരു ഈസി സ്റ്റെപ്പാണ്. പക്ഷെ നമ്മൾ കസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് സെർവറാണ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി, ഒരു സെർവർ OS ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് കസ്റ്റം തന്നെ ഇടാം. കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കൂടെ നമ്മൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എടുക്കുക. ഇവിടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വർക്ക് സ്റ്റേഷൻ ഏത് വേർഷനാണ്? 15 ഉണ്ട്. 15 തൊട്ട് അതിന് തൊട്ട് താഴെ വരെയുള്ള വേർഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. 15, 14, 12, 11, 10. അപ്പം നമുക്ക് ഇപ്പം ആവശ്യമുള്ളത് എനിക്ക് 12 വർക്ക് ചെയ്താൽ മതിയെങ്കിൽ 12 യൂസ് ചെയ്യാം. കുറച്ച് ഫീച്ചേഴ്സ് അതനുസരിച്ച് കുറച്ച് അപ്ഡേഷൻ വന്ന് ചെറിയ മാറ്റങ്ങൾ മാത്രം വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കുക. വർക്ക് സ്റ്റേഷൻ 15 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻ കാര്യങ്ങൾ നമുക്ക് ഒരു VMൽ 64 GB മെമ്മറി വരെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോസസ്സർ എന്ന് പറയുന്നത് 16 up to 60 പ്രോസസ്സർ യൂസ് ചെയ്യാം. നെറ്റ്വർക്ക് അഡാപ്റ്റർ നമുക്ക് 10 വരെ യൂസ് ചെയ്യാം. അതുപോലെ 8 TB ഹാർഡ് ഡിസ്ക്, 3 GB ഷെയർഡ് ഗ്രാഫിക് മെമ്മറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടിക്കുക. ഫസ്റ്റ് നമ്മളൊരു ന്യൂ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ. ഇവിടെ നമുക്ക് ഏത് OS ടൈപ്പാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പല മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളുടെ ഡിസ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ CentOS 8 ഡിസ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം ഇത് ടിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ IS ഇമേജ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ I will install the operating system later. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് IS ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നീട് പെൻ ഡ്രൈവോ അല്ലെങ്കിൽ LAN വഴി ബൂട്ട് ചെയ്ത് കൊടുക്കാം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഞാൻ I will install the operating system later എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിൽ CentOS 8 ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. then ബ്രൗസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നീട് ചെയ്യാമെന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. then നെക്സ്റ്റ് അടിച്ചു. ഇവിടെയാണ് നിങ്ങൾ ചൂസ് ചെയ്ത്, അപ്പം ഞാൻ I will install later എന്ന് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്തത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഗസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ VMwareൽ മൈക്രോസോഫ്റ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, ലിനക്സ് അല്ലെങ്കിൽ VMware ESX യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും OS ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ലിനക്സ് ആണ് എടുത്തേക്കുന്നത്. ലിനക്സിൽ തന്നെ പല ടൈപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൽ CentOS, Debian, അങ്ങനെയുള്ള ഓപ്പൺ സോഴ്സ്, റെഡ് ഹാറ്റ് എന്നിവയൊക്കെയുണ്ട്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് CentOS 8 ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ CentOS 8 64 ബിറ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. ഇവിടെയാണ് അടുത്തത് നെയിം ദി വെർച്വൽ മെഷീൻ. നമ്മുടെ ഇവിടെ വെർച്വൽ മെഷീൻ ഒരു പേരിട്ട് കൊടുക്കുക. അവർ ഡിഫോൾട്ടായിട്ട് CentOS 8 64 ബിറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെർവർ 1 എന്ന് അടിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഡിഫോൾട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് സിയിൽ വെർച്വൽ മെഷീനിൽ സെർവർ 1 എന്ന നെയിമിലായിരിക്കും എൻ്റെ കാര്യങ്ങൾ ഡാറ്റാസ് മൊത്തം പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്രൗസ് ചെയ്ത് നമുക്ക് പുതിയതായിട്ട് സി വേണ്ട, എനിക്ക് വേറെ എന്തിലേക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് സി ഡ്രൈവിൽ ആവശ്യമായ സ്പേസ് ഉള്ളത് കൊണ്ട് സി തന്നെ യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്താണോ സ്പേസ് അതനുസരിച്ച് മാറ്റി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു. അടുത്തതാണ് പ്രോസസ്സർ കോൺഫിഗറേഷൻ. എത്രമാത്രം പ്രോസസ്സർ വേണമെന്നുള്ളത്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് അവർ നമ്പർ ഓഫ് പ്രോസസ്സർ 1 ആണ്. നമുക്ക് എത്ര വരെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര വരെ 16 പ്രോസസ്സർ വരെ കൊടുക്കാം. അതുപോലെ കോർ പ്രോസസ്സർ 16 വരെ കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ തൽക്കാലം റെക്കമെൻഡ് ചെയ്തതനുസരിച്ച് എനിക്ക് 1 മതി. സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക.
അടുത്തതാണ് മെമ്മറി ഫോർ ദ വിർച്വൽ മെഷീൻ. ദെൻ ഇവിടെ ഡിഫോൾട്ടായിട്ട് അവർ 1 GB ആണ്. അത് പോരാ, നമുക്കൊരു നമ്മുടെ സർവീസും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു 4 GB എങ്കിലും വേണം. സോ 1024 MBക്ക് പകരം നമ്മൾ 4 × 1024 MB എത്രയാണ്? എനിക്ക് എത്രയാണ്? 4096 MB. ദാറ്റ് മീൻസ് 4 GB ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് ചെയ്യുക. അടുത്താണ് നെറ്റ്വർക്ക് ടൈപ്പ്. ഇവിടെ നമുക്ക് നമ്മുടെ VMware വർക്ക്സ്റ്റേഷനിൽ 3 ടൈപ്പ് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ട്. ഒന്നത് പറയുന്നത് യൂസ് ബ്രിഡ്ജ് നെറ്റ്വർക്കിംഗ്, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ നാറ്റ്, ഹോസ്റ്റ് ഉള്ളി നെറ്റ്വർക്കിംഗ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റ് ഉള്ളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് VM തമ്മിലൊരു കണക്ഷനേ ഉള്ളൂ. അതായത് ഇവിടെയുള്ള VM കണക്ഷൻസ് മാത്രം, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് പോസിബിൾ ആകത്തുള്ളൂ. ഞാൻ നാറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ VMഉം എൻ്റെ പുറത്തുള്ള ഇൻ്റർനെറ്റുമായിട്ടുള്ള കണക്ഷൻസാണ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി ബ്രിഡ്ജ് ടൈപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എക്സ്റ്റേണൽ സിസ്റ്റവുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള VMഉം ഫിസിക്കൽ മെഷീനുമായിട്ടും വേറെ പുറത്തുള്ള വേറെ സിസ്റ്റവുമായിട്ടും അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ടും വേറെ പുറത്തുള്ള ഫിസിക്കൽ മെഷീൻ്റെ VMഉമായിട്ടും എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതൊരു എക്സ്റ്റേണൽ ടൈപ്പാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ബ്രിഡ്ജ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ എനിക്ക് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഞാൻ ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടിക്കുക. ദെൻ അവർ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ എന്ന് പറയുന്നത് LIC ലോജിക്കാണ്. റെക്കമെൻഡ് ചെയ്ത് തന്നെ എടുക്കുക. നെക്സ്റ്റ് അടിക്കുക. ദെൻ അടുത്താണ് വിർച്വൽ ഡിസ്ക്. അപ്പം ഇതെല്ലാം വിർച്വൽ മെഷീൻ എല്ലാം വിർച്വൽ ടൈപ്പാണ്, അല്ല എല്ലാം വിർച്വലായിട്ടാണ്. അപ്പോൾ എനിക്കൊരു ഹാർഡ് ഡിസ്കും വിർച്വലായിട്ട് വേണം. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തേക്കുന്ന സ്കെസിയാണ്. നമുക്ക് ID, സ്കെസി, സാറ്റ എന്നിവയൊക്കെയുണ്ട്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തേക്കുന്ന സ്കെസിയാണ്. സ്കെസി എന്ന് പറഞ്ഞാൽ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. ദെൻ നമുക്കതിന് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് അടി ചെയ്യുക. ഇനി അടുത്തതാണ് നിങ്ങൾ സ്കെസി ക്രിയേറ്റ് എടുത്തു, ഇനി പുതിയൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണോ, അതോ എക്സിസ്റ്റിംഗ് എന്തെങ്കിലും വിർച്വൽ ഡിസ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഡയറക്റ്റ് യൂസ് ഫിസിക്കൽ ഡിസ്ക് ഡയറക്റ്റ് യൂസ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് പുതിയതായിട്ടൊരു വിർച്വൽ ഡിസ്ക് ക്രിയേറ്റ് ചെയ്യണം. സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യുക. ദെൻ ഇവിടെയാണ് എത്ര GB ആണ് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നത്, എത്ര വരെ പറ്റും. 1 TB വരെ പറ്റും നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ എനിക്ക് 20 GB, എനിക്ക് അവർ റെക്കമെൻഡ് ചെയ്ത് 20 GB ആണ്. നമ്മൾ അധികം ഡാറ്റ ഒന്നും അതിനകത്ത് ഇടുന്നില്ല, ജസ്റ്റ് സർവീസ് മാത്രം നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 20 GBയുടെ മതിയെങ്കിൽ മതി. പിന്നെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ എനിക്കിപ്പോൾ തൽക്കാലം 20 GBയുടെ മതി. ദെൻ അത് സ്പ്ലിറ്റ് ചെയ്യണോ, അതായത് ഇപ്പോൾ നമുക്ക് വിൻഡോസിലൊക്കെ ഉള്ളതുപോലെ C ഡ്രൈവ്, F ഡ്രൈവ് പോലെ സ്പ്ലിറ്റ് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ വേണം. സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡിസ്ക് ഫയലിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. അതിൻ്റെ എക്സ്റ്റൻഷൻ VMDK. ഇപ്പോൾ സെർവർ 1 എന്ന് പറയുന്ന നമ്മുടെ VM നെയിം, ദെൻ .VMDK. V എന്ന് പറഞ്ഞാൽ വിർച്വൽ മെഷീൻ ഡിസ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ചെയ്യുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വിർച്വൽ മെഷീൻ നമുക്ക് റെഡിയാണ്. നമ്മുടെ വിർച്വൽ മെഷീൻ്റെ പേര് നെയിം സെർവർ 1. എവിടെയാണ് ലൊക്കേഷൻ, ഡിഫോൾട്ട് ലൊക്കേഷൻ സിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഏത് VMware വർക്ക്സ്റ്റേഷനിൽ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഹാർഡ് ഡിസ്ക് എത്ര കൊടുത്തിട്ടുണ്ട്, മെമ്മറി എത്ര കൊടുത്തിട്ടുണ്ട്, നെറ്റ്വർക്ക് അഡാപ്റ്റർ ഏതാണ് സെലക്ട് ചെയ്തത്, പിന്നെ അത് നമുക്ക് CD, DVD, USB കൺട്രോളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇതാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ മാറ്റി കൊടുക്കണമെങ്കിൽ കസ്റ്റമൈസ് ഹാർഡ്വെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്യുക. ഇവിടെ എനിക്ക് മെമ്മറി മാറ്റി കൊടുക്കാം, പ്രോസസ്സർ എത്ര വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ എന്താണ് CD, ഡേറ്റ്, ഇവിടെ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പം നമ്മുടെ VMware വർക്ക് സ്റ്റേഷനിൽ നമുക്ക് സെർവർ 1 എന്ന പറഞ്ഞ പേരിൽ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സെർവർ 1 എന്ന് പറഞ്ഞ നെയിമിൽ നമുക്കൊരു VM ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്ര ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സിസ്റ്റം ഉള്ളൂ. അതിനകത്തേക്ക് ഇനി OSഉം കൂടി ഇട്ടാലാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അടുത്ത് OS ഇടണം. OS ഞാൻ ഐ വിൽ ഇൻസ്റ്റാൾ ലേറ്റർ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ പെൻ ഡ്രൈവ് യൂസ് ചെയ്യാം, ബൂട്ടബിൾ പെൻ ഡ്രൈവ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ CD യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലാൻ വഴി ബൂട്ട് ചെയ്യും. അപ്പം എൻ്റെ കയ്യിൽ ISO ഇമേജേ ഉള്ളൂ. ഞാൻ എന്നെ ചെയ്യുക, എഡിറ്റ് വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമ്മുടെ CD ഓർ DVD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ISO ഇമേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അവിടെ ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് F ഡ്രൈവിൽ OS എന്ന് പറഞ്ഞ ഓപ്ഷനിൽ CentOS എൻ്റെ കിടപ്പുണ്ട്. ഞാൻ CentOS എടുത്തു, ഓപ്പൺ ചെയ്തു. അപ്പം
ദെൻ ഓക്കെ കൊടുക്കുക. നമ്മൾ OSും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നെ ചെയ്യുക, പവർ ഓൺ ദിസ് വെർച്വൽ മെഷീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് പവർ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി OS ഇൻസ്റ്റാളേഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് OS എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഇൻസ്റ്റോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മൂന്നത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ കൊണ്ടുപോയി മൗസ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റോൾ CentOS ലിനക്സ് 8 എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ എൻ്റർ അടിക്കുക. കുറച്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ റെഡി ആയിക്കോളും. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ നടക്കുന്ന അനക്കൊണ്ട ഇൻസ്റ്റാളേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബൂട്ടിങ്ങിലേക്ക് കയറുകയാണ്. ഓക്കെ, ഇവിടെ നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നത് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത്. ഓക്കെ, ഇംഗ്ലീഷ് ഏതാണോ യൂസ് ചെയ്യുക, UK US എന്താണോ സെലക്ട് ചെയ്യുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാളേഷൻ സമ്മറി ഏതൊക്കെ ടൈപ്പ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ഡെസ്റ്റിനേഷൻ ഏത് വേണം. ഡെസ്റ്റിനേഷൻ മീൻസ് ഏത് ഹാർഡ് ഡിസ്കിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വെറും ഒരു 20 GB ഹാർഡ് ഡിസ്ക് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ ഡൺ ചെയ്യുക. ഇനി അടുത്തതാണ് ഏത് ടൈപ്പ് OS ആണ് വേണ്ടത്. ആ സോഫ്റ്റ്വെയർ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് സെർവർ വിത്ത് GUI, സെർവർ, മിനിമൽ ഇൻസ്റ്റാളേഷൻ വേണോ, വർക്ക്സ്റ്റേഷൻ വേണോ, പെർസലേഷൻ കോസ്റ്റ്, അങ്ങനെ എന്തൊക്കെ ടൈപ്പാണോ നമുക്ക് വേണ്ടത് അതിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് വേണ്ടത് സെർവർ വിത്ത് GUI ആണ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ സെലക്റ്റഡ് ആണ്. ആ സെലക്ട് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തത് നെറ്റ്വർക്ക് ആൻഡ് ഹോസ്റ്റ് വേണോ. എനിക്ക് നെറ്റ്വർക്ക് ആൻഡ് ഹോസ്റ്റിലേക്ക് പോകണ്ട, ഞാൻ പിന്നീട് എനിക്ക് IP സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, പിന്നീട് കൊടുക്കാം. അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആൻഡ് ഹോസ്റ്റ് നെയിം കൊടുക്കണമെങ്കിൽ അപ്പോൾ കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുക, ബിഗിൻ ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് സെറ്റപ്പായി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളോട് യൂസർ സെറ്റിംഗ് ആണ്. നമുക്കറിയാം ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ യൂസർ എന്ന് പറയുന്നത് റൂട്ട്, അല്ലെങ്കിൽ മെയിൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന റൂട്ടാണ് അല്ലേ. അപ്പോൾ റൂട്ടിന് ഡിഫോൾട്ടായിട്ട് റൂട്ട് എന്ന് പറയുന്ന യൂസർ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇതിൽ ലോക്കൽ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ റൂട്ടിനൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ പാസ്വേഡ് ഞാൻ കൊടുത്ത റൂട്ടിൽ നിന്ന് തന്നെ ഒരു പാസ്വേഡ് സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ലോക്കൽ യൂസറിനെ കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ യൂസർ ക്രിയേഷൻ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ കിയോസ്ക് എന്ന് പറഞ്ഞ് ഒരു യൂസറിനെ കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കിയോസ്ക് നെയിം കൊടുത്തു. ഇനി ഇതിനെ വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പെർമിഷൻ കൊടുക്കണമെങ്കിൽ മേക്ക് ദിസ് യൂസർ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുക. വേണ്ടെങ്കിൽ വേണ്ട. ദെൻ അതിനും ഒരു പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. റൺ ചെയ്യും. ഓക്കെ, ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. OS ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക്
അപ്പോൾ ഇത്രയുമാണ് ഇവിടെ OS ഇൻസ്റ്റാളേഷൻ VMware വർക്ക്സ്റ്റേഷനിൽ എങ്ങനെയാണ് OS ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മുടെ CentOS സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യും, അതിനുശേഷമാണ് നമുക്ക് VM യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ റീബൂട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നമുക്കിവിടെ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ലൈസൻസ് ഇൻഫർമേഷൻ. അത് നമുക്ക് ലൈസൻസിന് കൊടുത്തിരിക്കണം. സോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈസൻസ് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫിനിഷ് കോൺഫിഗറേഷൻ. ഇത്രയാണ് OS ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ഇനി കംപ്ലീറ്റ് ചെയ്ത് സാധാ പോലെ തന്നെ ബൂട്ട് ചെയ്ത് നമ്മുടെ യൂസറിലേക്ക് കയറി വരും. നമ്മൾ പാസ്വേഡ് കൊടുത്ത് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കിയോസ്ക് എന്ന് പറഞ്ഞ യൂസറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റൂട്ട് യൂസറുണ്ട്. റൂട്ടായിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നോട്ട് ലിസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇത് നമുക്ക് പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ പവർ ഓഫ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് നോട്ട് ലിസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ നെയിം, എനിക്ക് മെയിൻ യൂസറായിട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ റൂട്ട് യൂസർ നെയിം, ദെൻ നെക്സ്റ്റ്, ദെൻ ഇവിടെ പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സൈൻ ഇൻ, ക്ലിക്ക് ഓൺ സൈൻ ഇൻ. അപ്പോൾ നമ്മൾ OS റൂട്ടായിട്ട് നമ്മൾ ലോഗിൻ ചെയ്തു. അതാണ് നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് കമൻറ്റിലിടുക. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.